ഹേ ഗൈസ്, നിങ്ങൾ ക്രോഷ്യ സർക്കിൾസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർക്കിൾ റൗണ്ട് ആയിട്ട് വരാറുണ്ടോ, അതോ ഇതേപോലെ കോർണേഴ്സ് ഉണ്ടാവാറുണ്ടോ? എങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ആയിട്ട് കിട്ടാനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത് ആൻഡ് എൻ്റെ ബേസ് സ്റ്റിച്ച് വരുന്നത് 10 ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സ്റ്റിച്ചസ് ചൂസ് ചെയ്യാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ആൻഡ് ചെയിൻ 1. സെക്കൻഡ് റൗണ്ടിൽ ആസ് യൂഷ്വൽ നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ചസ് ആണ് എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് ചെയ്യുക. തേർഡ് റോയും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെയാണ് 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ആൻഡ് ദെൻ ആൻ ഇൻക്രീസ്. അതാണ് ഹോൾ റൗണ്ട് പാറ്റേൺ. ഇനിയാണ് ഒരു മേജർ ചേഞ്ച് ഉള്ളത്. നോർമലി നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ദെൻ ആൻ ഇൻക്രീസ് ആണ് ചെയ്യുക. പക്ഷേ ഇവിടെ വരുമ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് പാറ്റേൺ. സോ ടോട്ടലി നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ചസ് എല്ലാം സെയിം ആണ്, പക്ഷേ പാറ്റേണിൽ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നാണ് ചെയ്യുന്നത്. സോ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റൗണ്ട് നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അതായത് 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ദെൻ ആൻ ഇൻക്രീസ്. പക്ഷേ ഇവിടെ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇൻക്രീസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സോ ഇൻക്രീസ് ദെൻ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ. പക്ഷേ അത് മാൻഡേറ്ററി അല്ല, അങ്ങനെ ചെയ്താലേ നമുക്കൊരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടുമെന്നില്ല. സോ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ പിന്നെയും ചേഞ്ച് വരുന്നുണ്ട്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ദെൻ ആൻ ഇൻക്രീസ് ആണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ദെൻ ആൻ ഇൻക്രീസ് ദെൻ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ. രണ്ട് പാറ്റേണിലും സ്റ്റിച്ച് കൗണ്ട്സ് എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇൻക്രീസ് അറേഞ്ച് ചെയ്യുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൗണ്ടിൽ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ട്രഡീഷണൽ പാറ്റേണിൻ്റെ അതേ സെയിം രീതി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാൽ 4th 6th 8th 10th റൗണ്ട് അങ്ങനെ ഈവൻ റൗണ്ട്സിൽ മാത്രമാണ് നമ്മൾ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഓഡ് റൗണ്ട്സ് എല്ലാം റിമൈൻ സെയിം. ട്രഡീഷണൽ പാറ്റേണിൽ ഒരു ഇൻക്രീസിൻ്റെ മുകളിൽ തന്നെയാണ് നെക്സ്റ്റ് ഇൻക്രീസ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എഡ്ജ് ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ നമ്മൾ മോഡിഫൈഡ് പാറ്റേണിൽ നമ്മളങ്ങനെ ഒരു ഇൻക്രീസിൻ്റെ മുകളിൽ അടുത്ത ഇൻക്രീസ് വരാനായിട്ട് അനുവദിക്കുന്നില്ല. നമ്മളവിടെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ മേലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ എഡ്ജ് ക്രിയേറ്റ് ആകുന്നില്ല. അതാണ് ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് ഈ രണ്ട് സർക്കിൾസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.